ചോദ്യചിഹ്നമാകുന്ന മുടി. സ്കൂൾ കാലഘട്ടത്തിൽ ഒരു പോണിടെയിൽ കെട്ടാനുള്ളത്ര നീളമേ എൻ്റെ മുടിക്കുണ്ടായിരുന്നുള്ളൂ. എപ്പോൾ കെട്ടിവെച്ചാലും അഗ്രഭാഗത്ത് മുകളിലേക്ക് വളഞ്ഞു മാത്രമേ ഇരിക്കുകയുള്ളൂ. അതിനെ നേരെയാക്കാൻ പഠിച്ച പണി 18 നോക്കി. എന്തൊക്കെ ചെയ്താലും അവസാനം വളഞ്ഞു തന്നെ ഇരിക്കും. പട്ടിയുടെ വാൽ 12 കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എൻ്റെ മുടിക്കും. പുറകിൽ നിന്ന് നോക്കിയാൽ മുടിയുടെ അവസാനം ഒരു ചോദ്യചിഹ്നം രൂപപ്പെട്ടതുപോലെ ഇരിക്കും. ഞാൻ സ്വയം ഇട്ട പേരാണ് ചോദ്യചിഹ്നം. ഒരുപാട് സംശയങ്ങളുള്ള ഒരാളായതിനാൽ ആയിരിക്കാം അതെന്റെ തന്നെ പുറകിൽ കൂടിയത്. ക്ലാസ്സിൽ ചോദ്യചിഹ്നവുമായി ഇരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമായതിനാൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാർക്കെല്ലാം എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് ആരും എന്നെ ഒഴിവാക്കിയിരുന്നില്ല. ഏതാണ്ട് 10ാം ക്ലാസ് വരെ അങ്ങനെ ചോദ്യചിഹ്നവുമായി ഞാൻ നടന്നു. പിന്നീട് എന്താണെന്ന് അറിയില്ല, വളവ് മാറി നേരെയായി. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും സംശയങ്ങൾ ചോദിക്കുന്ന എൻ്റെ രീതി മാറി തുടങ്ങിയത്.